ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് പ്രിയങ്ക. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹോട്ട് ചോക്ലേറ്റ് ഹോട്ട് കൊക്കോൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ഇത് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ഈസിയാണ്. 2 കപ്പ് പാല് മിനിമം കൊള്ളുന്ന ഒരു കപ്പ് എടുക്കാം. ഈ കപ്പിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടാം. ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഇനി ഈ കപ്പ് മാറ്റി വയ്ക്കാം. വേറൊരു സോസ് പാനിൽ 2 കപ്പ് പാല് തിളപ്പിക്കാം. ഈ പാല് തിളപ്പിക്കുമ്പോൾ നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട കെട്ടില്ല മേലെ, ഒപ്പം പാല് താഴെയും ഇങ്ങനെ പിടിക്കില്ല പാത്രത്തിൻ്റെ താഴെ. ഈ പാല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ എസ്പ്രസോ പൗഡർ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഞാൻ ബ്രൂ കോഫി പൗഡറാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത്, 1/4 ടീസ്പൂൺ. ഇനി ഈ ചൂടുള്ള പാല് നമ്മൾ മാറ്റി വെച്ചേക്കണ ആ കപ്പില്ലേ കൊക്കോ പൗഡറിൻ്റെ മിക്സിലോട്ട് പകുതി ഒഴിച്ചിട്ട് നന്നായിട്ട് ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കൊക്കോ പൗഡർ നല്ല ചൂടുള്ള പാലിൽ മാത്രമായിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആവുള്ളൂ. പാലിൻ്റെ ചൂട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത പാലാണെങ്കിൽ ഇത് കൊക്കോ എമൽഷൻ എന്ന് പറയും, ഇത് മിക്സ് ആവില്ല. അപ്പം നല്ല ചൂടുള്ള പാല് വേണം. തിളച്ചിട്ട് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തൊന്നും വെക്കാൻ പാടൊന്നുമില്ല. ഇത് കൊടുത്ത് നന്നായിട്ടിത് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ബാക്കിയുള്ള ഈ പാലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് നമ്മൾ സർവ് ചെയ്യണ ആ 2 കപ്പോ 3 കപ്പുകളിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ വിപ്പിംഗ് ക്രീം 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെയോ മിൽക്ക് ചോക്ലേറ്റിൻ്റെയോ പീസസും വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഒപ്പം ഉള്ളത് നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊക്കോ പൗഡറും അല്ലെങ്കിൽ ഇപ്പോൾ ചോക്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് സമയം നമ്മളിങ്ങനെ സിപ്പ് ചെയ്ത് കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ കപ്പിൻ്റെ താഴെ വന്ന് അടിയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കുടിച്ച് കഴിക്കുകയാണെങ്കിൽ ഓക്കെ, പതുക്കെയാണ് കുടിക്കണമെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഈ ഹോട്ട് കൊക്കോ ഉണ്ടാക്കണേന്ന്. അപ്പോൾ എല്ലാവരും അവരുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കണം. പിന്നെ ഇതിൻ്റെ ഞാനൊരു ബേസിക് ആയിട്ടുള്ള 2 കപ്സ് പാലിൻ്റെ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. എൻ്റെ ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ 4 ആൾക്കാരുണ്ടെങ്കിൽ 4 കപ്പ് പാലിനനുസരിച്ച് ആ കൊക്കോ പൗഡറിൻ്റെ ഇതും ടേബിൾ സ്പൂണും ഷുഗറും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തോളൂ. പിന്നെ ഒരാൾക്കാണെങ്കിൽ അതിൻ്റെ പകുതി 1 കപ്പ് പാലെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും ഏറ്റവും നല്ല കൊക്കോ പൗഡർ, ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള കൊക്കോ പൗഡർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ചോക്ലേറ്റ്, അത് ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അത് മെൽറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിത് കഴിച്ച് നോക്കട്ടെ. നല്ല സിൽക്കി സ്മൂത്തായിട്ടുള്ള ഹോട്ട് കൊക്കയാണിത്. ഇതിങ്ങനെ ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പാടില്ല. തിരിച്ച് നമ്മൾ സിപ്പ് ചെയ്ത് കഴിക്കണം. പിന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ എന്തായിട്ടും ആഡ് ചെയ്തോളും. അതുപോലെ തന്നെ ബെയിലീസിൻ്റെ ക്രീം, അതും നല്ല ഒരു ഇതാണ്. നട്ടെല്ല ചേർക്കണവർക്ക് നട്ടെല്ല ചേർക്കുക ഇതിൻ്റെ ഒപ്പം. അതൊക്കെ നമ്മുടെ ആഡിൻസ് ആണ്. ഒരുപാട് ഷുഗർ ചേർക്കണോട് എനിക്ക് യോജിപ്പില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആകെ ഒരു മധുരരസമായിട്ട് മാറും. ഇതിപ്പോൾ എൻ്റെ അളവ് കൃത്യം പാകത്തിനാണ്. അപ്പോൾ ഇതെന്തായാലും ഫോളോ ചെയ്യണം. എന്തായാലും നല്ല മഴയുള്ള സമയത്തോ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി എല്ലാവരും കുടിക്കണം. ഞാനിത് കുടിക്കട്ടെ.